ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. ഇഡ്ഡലി ഒരു സെറ്റ് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, പിന്നെ പരിപ്പും വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാർ കഷ്ണം അരിഞ്ഞെടുക്കണം. അതിന് ഞാൻ സ്വസ്ഥമായിട്ട് ഈ റൂമിൽ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ റൂമിലാരും കിടക്കാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നിരിക്കും. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇവിടെ മടക്കി വെക്കും കേട്ടോ. അത്രേ ഉള്ളൂ. സാമ്പാർ കഷ്ണങ്ങൾ അധികമൊന്നുമില്ല കേട്ടോ. ഒരു കഷ്ണം കുമ്പളങ്ങയും 2-3 തക്കാളിയും 3-4 വെണ്ടയ്ക്കയും ഇത്രേ ഉള്ളൂ. ഒരു ഉരുളക്കിഴങ്ങും ഉണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ജോലിക്ക് പോകാത്തതുകൊണ്ട് പതുക്കെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പതുക്കെ എഴുന്നേക്കാറുള്ളൂ. 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുള്ളൂ കേട്ടോ. ഇങ്ങനെയായാൽ എനിക്ക് മടി പിടിച്ച് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുമ്പളങ്ങ ചെത്തിയെടുത്ത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിയണം കേട്ടോ. ഇനി അരിയുന്ന പണി അടുക്കളയിൽ പോയിട്ടാവാം കേട്ടോ. ബാക്കിയുള്ള കാപ്പിയും കൂടി കുടിക്കട്ടെ. പുഴുങ്ങാൻ വെച്ച ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഒന്ന് എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഞാൻ എടുത്തു പോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി മാറ്റി വെച്ചിട്ട് ഒരു സെറ്റിനും കൂടി ഉള്ളതുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് വൈകുന്നേരത്തേക്കും കൂടി ആവുമല്ലോ. പരിപ്പ് വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും മാത്രം ഇപ്പോൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള വെണ്ടയ്ക്കയും തക്കാളിയും, വെണ്ടക്ക വാട്ടിയിടും, തക്കാളി നല്ലപോലെ വഴറ്റിയിടും കേട്ടോ. അപ്പോൾ ഇതേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ പാകത്തിന് ഉപ്പും സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ഇഷ്ടമുണ്ട്. 10 രൂപയുടെ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഫുള്ളായിട്ട് ഇടുകയാണ് കേട്ടോ. വലിയ പാക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് ചീത്തയായി പോവും. സാമ്പാറൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളൂ. അത് അടുത്ത സ്റ്റവിലോട്ട് മാറ്റി വെച്ചിട്ടും ചെറിയ ചീനച്ചട്ടി വെച്ച് കടുക് താളിച്ചു. പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ട് നമ്മുടെ വെണ്ടക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചിട്ട് തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടി ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.